ഒരു വ്യക്തിയോട് നിങ്ങൾ കയർത്തു സംസാരിച്ചാൽ എന്തിൻ്റെ പേരിലായാലും അത് നിങ്ങളെ തന്നെ അസ്വസ്ഥനാക്കും. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക. എല്ലാ തിരക്കുകളും കഴിഞ്ഞ് പങ്കുവയ്ക്കാൻ സ്നേഹം മാറ്റിവെക്കരുത്. ഏത് തിരക്കിനിടയിലും സ്നേഹിക്കുന്നവർക്ക് പരിഗണനയും ഇഷ്ടവും നൽകണം. സന്തോഷമായി ജീവിക്കുക എന്നതാണ് പ്രധാനം. അല്ലാതെ അത് മറ്റുള്ളവരെ അറിയിക്കണം എന്ന് നിർബന്ധമില്ല. ഓർക്കുക, എല്ലാവരും നമ്മുടെ സന്തോഷം ആഗ്രഹിക്കുന്നവരല്ല. ജീവിതത്തിൽ കണ്ടുമുട്ടുന്നവരെ ആശ്രയിച്ച് നിങ്ങളുടെ ഭാവി കണക്ക് കൂട്ടരുത്. ചിലർ വഴിതിരിഞ്ഞ് നടക്കും, മറ്റു ചിലർ ജീവിതം പഠിപ്പിക്കും. ചുരുക്കം ചിലർ മാത്രമേ ഒടുക്കം വരെ കൂടെയുണ്ടാകൂ. ഒരു നല്ല സുഹൃത്ത് നിങ്ങളുടെ കുറവുകളെക്കുറിച്ച് തീർച്ചയായും നിങ്ങളോട് തുറന്നു പറയും. ഒരാൾക്ക് തൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് എല്ലായ്പ്പോഴും മരുന്നുകൾ മാത്രം മതിയാവില്ല. സ്നേഹം, മനസ്സമാധാനം എന്നിവയിൽ നിന്നൊക്കെ കിട്ടുന്ന ആത്മധൈര്യം കൂടി അതിന് ആവശ്യമാണ്. നിങ്ങൾ ജന്മനാ വിജയിയോ പരാജിതനോ അല്ല. ജനിച്ചത് മുതൽ അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ട്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതം മുന്നോട്ടു പോകുന്നത്. ഒരാൾ ഒന്ന് താഴ്ന്നു തരുമ്പോൾ നമ്മൾ വിജയിച്ചു എന്ന് കരുതരുത്. സത്യത്തിൽ നമ്മളാണ് പരാജയപ്പെടുന്നത്. കാരണം എല്ലാ ബന്ധങ്ങളുടെയും ആയുസ് കൂട്ടുന്നത് താഴ്ന്നു കൊടുക്കുന്ന മനസ്സാണ്. കൂടുതൽ ആൾക്കാരും തങ്ങൾ സന്തോഷവാന്മാരാണ് എന്നതിനേക്കാൾ തങ്ങൾ ദയനീയരാണ് എന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ ആഗ്രഹങ്ങൾ എപ്പോഴും മനസ്സിൽ മായാതെ സൂക്ഷിക്കണം. ആഗ്രഹങ്ങളാണ് നമ്മളെ പലപ്പോഴും നേട്ടങ്ങളിൽ എത്തിക്കുന്നത്. മലയോളം ആഗ്രഹിക്കുക, എങ്കിലേ നമുക്ക് ചെറിയ കുന്നോളമെങ്കിലും ലഭിക്കുകയുള്ളൂ. ഒരിക്കലും നമ്മൾ പ്രതികാരം ചെയ്യാൻ സമയം കളയരുത്. ചെയ്തതിൻ്റെ പ്രതിഫലം ഒരു നാൾ ഏതൊരാളെയും തേടിവരും എന്നത് തീർച്ചയാണ്. എത്ര വലിയ പ്രശ്നത്തിൽപ്പെട്ടാലും മനഃശക്തി കൈവിടാതിരിക്കുക. കാരണം പ്രശ്നങ്ങളുടെ ശക്തിയേക്കാൾ മനസ്സിൻ്റെ ശക്തിയില്ലായ്മയാണ് നമ്മളെ തളർത്തുക. നാവ് വളരെ ചെറുതും ഭാരമില്ലാത്തതുമാണ്. എന്നാൽ അതിന് നിങ്ങളെ പർവ്വതത്തേക്കാൾ ഉയരത്തിലെത്തിക്കാനും പാതാളത്തേക്കാൾ താഴെ എത്തിക്കാനും കഴിയും. ഒരാളുടെ പ്രവൃത്തിയും സംസാരവും നമ്മളെ വിഷമിപ്പിക്കുന്നതാണ് എങ്കിൽ അത്തരം ആളുകളെ ഒഴിവാക്കുന്നതാണ് നല്ലത്. അല്ലാതെ അവരോട് തർക്കിക്കാൻ നിന്ന് നമ്മുടെ വിലപ്പെട്ട സമയം കൂടി നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. അവസാനിപ്പിക്കാൻ വളരെ വേഗം കഴിയുന്നതും തിരിച്ചു കിട്ടാൻ അതിലേറെ പ്രയാസമുള്ളതുമായ ഒന്നാണ് ബന്ധങ്ങൾ. നിങ്ങൾ പൂർണ്ണമായും തകർന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് പുഞ്ചിരിക്കാൻ കഴിയുമെങ്കിൽ ആർക്കും നിങ്ങളെ തകർക്കാൻ കഴിയില്ല. അധ്വാനിക്കുന്നവന് ദാരിദ്ര്യവും മൗനം പാലിക്കുന്നവന് കലഹവും ജാഗ്രതയുള്ളവന് അപകടവും വന്നുചേരില്ല. നമുക്കുള്ളത് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. എല്ലാവർക്കും ഉള്ളത് നമുക്കും ഉണ്ടാകണമെന്നില്ല. അതിനാൽ ഒരാളുടെ ഇല്ലായ്മയെ പരിഹസിക്കാൻ നാം ആരുമല്ല. നിങ്ങളുടെ ദുഃഖം പങ്കുവയ്ക്കാൻ ആരുമില്ലാതിരിക്കുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും ശക്തനാകുന്നത്. ഈ ലോകത്ത് ആരും ശ്രേഷ്ഠരോ താഴ്ന്നവനോ അതുല്യനോ എന്നൊന്നില്ല. ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ സമാനതകളില്ലാത്തവരാണ്. പൂർണ്ണ ഹൃദയത്തോടെ ക്ഷമിക്കാനും സ്നേഹിക്കാനും പഠിക്കുക. നിങ്ങളെ ഇഷ്ടപ്പെടാത്ത വ്യക്തികളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതെ സ്നേഹിക്കുന്നവരെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കുക. സ്ഥാനങ്ങളല്ല നമ്മളെ ഒരു മികച്ച ലീഡറാക്കുന്നത്. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് മാത്രമേ നമുക്ക് മറ്റുള്ളവർക്കിടയിൽ ഉന്നതനാകാൻ സാധിക്കുകയുള്ളൂ.